ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക് പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസിലെ നമ്മുടെ 4th മൊഡ്യൂളിൽ വരുന്ന ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ് റിലേറ്റഡ് ടു ICT ഇൻഡസ്ട്രി ഓർ IT ഇൻഡസ്ട്രി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൈബർ സ്പേസുമായി ബന്ധപ്പെട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സിനെ കുറിച്ച് നോക്കിയിരുന്നു അല്ലേ. എന്താണ് സൈബർ സ്പേസ്, അതുപോലെ തന്നെ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസും ത്രെഡ്സിനെ കുറിച്ച് ക്ലിയർ. അതേപോലെ തന്നെ വരാവുന്ന കാര്യമാണ് ഇവിടെ. അപ്പോൾ IT ഇൻഡസ്ട്രി അല്ലെങ്കിൽ നമ്മൾ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്ന് മൊത്തത്തിൽ വേണമെങ്കിൽ ഗ്രോസപ്പ് ചെയ്ത് പറയാം ക്ലിയർ. അപ്പോൾ അത്തരത്തിൽ പറയുന്ന ഈ ടെക്നോളജി അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രിയുടെ ഫലമായിട്ട് അല്ലെങ്കിൽ അതിലേക്ക് റിലേറ്റ് ചെയ്തിട്ട് വരാവുന്ന ഓപ്പർച്യൂണിറ്റീസും ത്രെഡ്സും എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് പോയിന്റ്സ് അതുമായി ബന്ധപ്പെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദി IT ഇൻഡസ്ട്രി. ഓക്കെ, IT ഇൻഡസ്ട്രിയിൽ വരാവുന്ന കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് എന്താണ് അല്ലെ. IT അല്ലെങ്കിൽ ITES എന്താണ് ITES എന്ന് പറഞ്ഞാൽ IT എനേബിൾഡ് സർവീസ് എന്ന് പറയും. ഓക്കെ, അതുപോലെ തന്നെ ICT ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. അപ്പോൾ ഇതെല്ലാം സിനോണിം ആയിട്ട് ഉപയോഗിച്ച് വരുന്ന ടേംസ് ആണ്. പക്ഷേ എങ്കിലും ചെറിയ ചെറിയ വ്യത്യാസമുണ്ട്. എങ്കിലും ഇത് ഇൻഡസ്ട്രിക്ക് ഓക്കെ മായി ബന്ധപ്പെട്ട് വരാവുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്താണ് ഒരു പ്രസൻറ്റ് സെനാരിയോയിൽ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അല്ലേ, നമ്മുടെ പ്രധാനപ്പെട്ട സാധ്യതകൾ എന്തൊക്കെയാണ്. സോ ഒന്നാമത്തെ പോയിൻ്റാണ് ഇൻഫ്രാസ്ട്രക്ചർ ഔട്ട്സോഴ്സിങ്. നമുക്കറിയാം അല്ലേ, ഇൻ്റർനെറ്റിൻ്റെ ആവിർഭാവത്തോടു കൂടി ഇൻ്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി വളരെയധികം വ്യാപിച്ചതോടുകൂടി അല്ലേ നമ്മൾ കമ്മ്യൂണിക്കേഷൻ്റെ കോസ്റ്റും ടൈമും ഒക്കെ ഒരു റാഡിക്കലായിട്ട് ചേഞ്ച് ആണല്ലോ വന്നിരിക്കുന്നത് ക്ലിയർ. അപ്പോൾ നേരത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന ചിലവിൻ്റെ വളരെ ചെറിയൊരു അംശത്തിൽ നമുക്ക് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഡിസ്റ്റൻറ്റ് പ്ലേസിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ ആവിർഭാവം അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ ഇൻട്രഡക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ എമർജൻസ് എന്തിനു സഹായിച്ചിട്ടുണ്ട്, കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിൽ വളരെയധികം വ്യാപകമായിട്ടുള്ള മാറ്റങ്ങൾ റാഡിക്കലായിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇപ്പം നമുക്ക് എന്തറിയപ്പെടുന്നു അല്ലേ, ഇൻ്റർനെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസിൻ്റെ സർവീസ് അവൈലബിലിറ്റി നമ്മൾ പറയുന്ന പേരാണ് ക്ലൗഡ് കമ്പ്യൂട്ടിങ് അല്ലെങ്കിൽ ക്ലൗഡ് ബേസ്ഡ് കമ്പ്യൂട്ടിങ് ക്ലിയർ. അപ്പോൾ ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ, ക്ലൗഡ് എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് മൊത്തമായിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറായിട്ട് അത് വർത്തിക്കുന്നു ക്ലിയർ. അപ്പോൾ അത്തരത്തിൽ ക്ലിയർ ചെറിയ 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 മേഖലകളിൽ അല്ലെങ്കിൽ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലേസസിലൊക്കെ ഇരിക്കുന്ന കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റീസ്, ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള റിസോഴ്സുകൾ, ഇതിനെല്ലാം പൂൾ ചെയ്യാൻ പറ്റും നമുക്ക് അല്ലേ. ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി എന്ത് ചെയ്യാൻ പറ്റും, പൂൾ ചെയ്തിട്ട് ഒരു എൻറ്റിറ്റി ആയിട്ട് ഓഫർ ചെയ്യാൻ പറ്റും. ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ആർക്കും എന്ത് ചെയ്യാൻ പറ്റുന്നു, ഇൻ്റർനെറ്റ് ഫെസിലിറ്റീസ് അവൈൽ ചെയ്യാനും ഇൻ്റർനെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സർവീസസ് അവൈൽ ചെയ്യാനും ഫെസിലിറ്റി അവൈൽ ചെയ്യാനും ഇൻഫ്രാസ്ട്രക്ചർ അവൈൽ ചെയ്യാനും പറ്റും അല്ലേ. ഇത് നമ്മൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് മോഡൽസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരുന്നു അത്, ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്, അതിന് നമ്മൾ IaaS അല്ലേ, IaaS എന്ന് പറയും ക്ലിയർ, IaaS എന്ന് പറയും ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്. അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് ക്ലിയർ, വേറൊരു അതാണ് ക്ലിയർ. ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ് എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ, ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്, പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്, ദെൻ സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് ക്ലിയർ. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറും പ്ലാറ്റ്ഫോംസും സോഫ്റ്റ്വെയറും ഇപ്പോൾ ഒക്കെ എന്ത് ചെയ്യുന്നു, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വഴി സർവീസ് ആയിട്ട് കൊടുക്കും അല്ലേ. ആമസോൺ ക്ലൗഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ക്ലിയർ. നമുക്ക് വേണമെങ്കിൽ സെർവറിൻ്റെ സ്പേസ് വേണമെങ്കിൽ കടമെടുക്കാം, വാടക കൊടുത്താൽ മാത്രം മതി. നമ്മൾ അതിന് വേണ്ടി എന്ത് വേണ്ട, വലിയ എമൗണ്ട് ഒക്കെ മുടക്കി സെർവർ വാങ്ങിക്കണം എന്നില്ല. അപ്പോൾ നമുക്കൊരു വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യണം, സെർവറിൽ കുറച്ച് സ്പേസ് വേണം, എന്ത് ചെയ്യാം, ആമസോണിൽ നമുക്ക് വേണമെങ്കിൽ റെൻറ്റിന് എടുക്കാൻ പറ്റും ക്ലിയർ. ഇത് ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയുടെ എമർജൻ. അപ്പോൾ ഇത്തരത്തിലുള്ള ഔട്ട്സോഴ്സിങ് ക്ലിയർ, നമുക്ക് കഴിയാത്തൊരു കാര്യം എന്ത് ചെയ്യുന്നു, മറ്റുള്ള ആൾക്കാരെ കൊണ്ട് ചെയ്തെടുക്കുന്നു. അപ്പോൾ നമുക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് നമുക്ക് കഴിവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഇതിന് എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാൾ ചിലപ്പോൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, അത് സർവീസ് ആയിട്ട് ഓഫർ ചെയ്യുന്നുണ്ട്, അത് അഡോപ്റ്റ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ അത്തരത്തിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഗൂഗിൾ ക്ലാസ് റൂം നമുക്ക് ഇപ്പോൾ ഫ്രീ ടു ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്. പക്ഷേ വേറെ ചില പ്ലാറ്റ്ഫോംസ് ഉണ്ട്, മൂഡിൽ അതുപോലത്തുള്ള പ്ലാറ്റ്ഫോംസ് ഒക്കെ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോം നോക്കുകയാണെങ്കിൽ ക്ലിയർ, അത് കുറച്ച് പീരീഡിലേക്ക് ചെറിയ ലിമിറ്റഡ് ഒരു ഫെസിലിറ്റീസോടുകൂടി നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. പക്ഷേ എക്സ്റ്റെൻഡ് ആയിട്ടുള്ള അതിൻ്റെ ബെനിഫിറ്റ്സ് വേണമെങ്കിൽ അവിടെ എന്ത് കൊടുക്കണം, നമ്മൾ പൈസ കൊടുക്കണം ക്ലിയർ. അപ്പോൾ അതിനെ സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ അവരെന്ത് ചെയ്തിട്ടുണ്ട്, എഡ്യൂക്കേഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടിട്ട് ഓൺലൈൻ ക്ലാസ്സുകൾ നടത്താൻ ആവശ്യമായിട്ടുള്ള ക്ലാസ് റൂം അറേഞ്ച്മെൻറ്റ്, അസൈൻമെൻറ്റ്, സെമിനാർ, ക്ലാസ് ടെസ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ലൈവ് സ്ട്രീമിംഗ് അല്ലെങ്കിൽ ക്ലാസ് പോസ്റ്റിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചും കുട്ടികളുടെ ക്വറീസ് ക്ലിയർ ചെയ്യാനുള്ള ഡിസ്കഷൻ ഫോറം, ഇതിനുള്ള എല്ലാ ഫെസിലിറ്റീസൊക്കെ അടങ്ങുന്ന ഒരു സ്യൂട്ട് തയ്യാറാക്കി സോഫ്റ്റ്വെയർ ആയിട്ട് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളത് ഹയർ ചെയ്യേ വേണ്ടൂ അല്ലേ. അതുപോലെ തന്നെ അറ്റൻഡൻസ് മോണിറ്ററിങ്ങിന് വേണ്ടി നമുക്ക് സിസ്റ്റം ഉണ്ടാക്കാം,
കുട്ടികളുടെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോളേജുമായി ബന്ധപ്പെട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾക്ക് വേണ്ടി സോഫ്റ്റ്വെയർ ഉണ്ടാകും. അതൊക്കെ സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് ആയിട്ട് കിട്ടുന്നു. ക്ലിയർ. അതുപോലെ വെബ് ഹോസ്റ്റിങ്ങിന് ആവശ്യമുള്ള പ്ലാറ്റ്ഫോം, ക്ലിയർ. അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ അല്ലേ, സെർവർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫയർവാൾ ആയിക്കോട്ടെ അല്ലേ, അങ്ങനെയുള്ള ഡാറ്റാ സെൻറ്റർ ആയിക്കോട്ടെ, ഡാറ്റാ ബേസ് ആയിക്കോട്ടെ, ഇതൊക്കെ എന്തായിട്ട് കിട്ടുന്നുണ്ട്? ഔട്ട്സോഴ്സസ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഔട്ട്സോഴ്സിങ്, ഇൻഫ്രാസ്ട്രക്ചർ ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട സർവീസ് മേഖലയായിട്ട് ഇപ്പോൾ വരുന്നിട്ടുണ്ട്, എമേർജ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ. സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ബിക്കം വൺ ഓഫ് ദി important opportunities because of the IT industry. Clear. Then hardware support. So next one is ഹാർഡ്വെയർ സപ്പോർട്ട് അല്ലേ. ഹാർഡ്വെയർ സപ്പോർട്ട് നമുക്ക് എസെൻഷ്യൽ ആയിട്ടുള്ളൊരു സർവീസാണ് അല്ലേ, IT ഇൻഡസ്ട്രിയുടെ ഫലമായിട്ട് വന്നതാണ്. അപ്പോൾ നേരത്തെ ഒന്നും ഇല്ലാത്തൊരു ജോബ് ഓപ്പർച്യൂണിറ്റിയും ഒരു സർവീസ് സെക്ടറും ഒരു സർവീസ് ഇൻഡസ്ട്രി ആയിട്ട് മാറിയിരിക്കുന്ന ഹാർഡ്വെയർ സപ്പോർട്ടും അല്ലേ. ഹാർഡ്വെയറിൻ്റെ അസംബ്ലിങ് അല്ലേ, അതുകൊണ്ട് അതിൻ്റെ പാർട്സിൻ്റെ മാനുഫാക്ചറിങ്, അതിൻ്റെ അസംബ്ലിങ്, പ്രോഡക്റ്റ് നിർമ്മിക്കൽ, പ്രോഡക്റ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, അതിൻ്റെ സർവീസ്, റിപ്പയർ, മെയിൻ്റനൻസ്. ക്ലിയർ. ഇങ്ങനെ ഒട്ടനവധി സർവീസുകൾ ഹാർഡ്വെയർ സപ്പോർട്ട് സർവീസസ് ആയിട്ട് അറിയപ്പെടുന്നുണ്ട്. ക്ലിയർ. ഇപ്പോൾ ഹാർഡ്വെയർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എല്ലാ ഫിസിക്കൽ കമ്പോണൻസ് നമുക്കറിയാമല്ലേ. കമ്പ്യൂട്ടറിനെ സംബന്ധിച്ച് ഒട്ടനവധി പെരിഫറൽ ഡിവൈസസ് ഉണ്ട്, ഫിസിക്കൽ കമ്പോണൻസ് ഉണ്ട്. ക്ലിയർ. അപ്പോൾ അതിൻ്റെ CPU ആയിക്കോട്ടെ അല്ലേ, അല്ലെങ്കിൽ മോണിറ്റർ ആയിക്കോട്ടെ, കീബോർഡ് ആയിക്കോട്ടെ, മൗസ് ആയിക്കോട്ടെ, ഇൻപുട്ട് ഡിവൈസുകളായിക്കോട്ടെ, ഔട്ട്പുട്ട് ഡിവൈസുകളായിക്കോട്ടെ, ഇങ്ങനെ ഒട്ടനവധി എക്യുപ്മെൻറ്റ്സും ആക്സസറീസും ഒക്കെ വരുന്നതാണ് ഈ ഹാർഡ്വെയർ. അപ്പോൾ അതിന് ആവശ്യമായുള്ള സപ്പോർട്ട്. ക്ലിയർ. അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്കിവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു. ദെൻ IT കൺസൾട്ടിങ് അല്ലേ, IT ഇൻഡസ്ട്രിയുടെ ഒരു വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മിക്കവാറും ഓർഗനൈസേഷൻസും ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസും സ്കൂൾസും കോളേജസും അല്ലേ, ഹോസ്പിറ്റൽസും ഒക്കെ എന്തായിക്കൊണ്ടിരിക്കുകയാണ്? ദേ ബിക്കം അല്ലേ IT ഓറിയൻറ്റഡ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ വരുന്നൊരു ഓൺലൈൻ സിസ്റ്റത്തിലേക്ക്, ഒരു ഓൺലൈൻ എൻവയോൺമെൻറ്റിൽ, ഓൺലൈൻ സർവീസ് പ്രൊവൈഡിങ് എൻവയോൺമെൻറ്റിൽ എന്താവശ്യമാണ്? കൺസൾട്ടിങ് ആവശ്യമാണ്, IT കൺസൾട്ടിങ് ആവശ്യമാണ്. ക്ലിയർ. ICT കൺസൾട്ടിങ് ആവശ്യമാണ്. ക്ലിയർ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൺസൾട്ടൻസി സർവീസ് അല്ലേ, നമുക്ക് IT യെക്കുറിച്ച് എല്ലാവർക്കും അറിയണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് IT യെക്കുറിച്ച് അറിയുന്ന ആൾക്കാരുടെ സർവീസ് നമുക്ക് അവൈൽ ചെയ്യാം. അപ്പോൾ നമ്മൾ കുറേ കമ്പ്യൂട്ടർ വാങ്ങിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു IT അറിയുന്ന ഒരാളുടെ അടുത്ത് ചോദിച്ച് നമ്മുടെ റിക്വയർമെൻറ്റ് എന്താണ്, എത്ര മെമ്മറി ഉള്ളത് വാങ്ങിക്കണം, എന്തെല്ലാം ഫെസിലിറ്റീസ് ഉള്ളത് വാങ്ങിക്കണം അല്ലേ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ക്ലിയർ. സോ ഫോർ എക്സാമ്പിൾ നമ്മളൊരു കമ്പ്യൂട്ടർ ലാബ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. ക്ലിയർ. ഒരു വലിയ കമ്പ്യൂട്ടറും കുറേ ചെറിയ കമ്പ്യൂട്ടറും നമുക്ക് മതി അല്ലേ. ഇതിന് നമ്മൾ ഈ ചെറിയ കമ്പ്യൂട്ടറിൽ പറയുന്ന പേരെന്താ? തിൻ PC എന്ന് പറയും. എല്ലാ PCയുടെ എല്ലാ ഗുണവും വേണമെന്നില്ല. ദാറ്റ് ഈസ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും, പക്ഷേ അതിൻ്റെ മെമ്മറി കുറവായിരിക്കും. ക്ലിയർ. എന്താ കാരണം? ഒരു കമ്പ്യൂട്ടർ ലാബിൽ കുട്ടികൾക്ക് എന്തുമാത്രമേ ചെയ്യേണ്ടത്? ആക്സസ് ചെയ്യണം, ഇൻഫർമേഷൻ എടുക്കണം, അത്യാവശ്യം സ്റ്റോർ ചെയ്യണം, റിട്രീവ് ചെയ്യണം അല്ലേ, അത്ര മാത്രമേ ഉള്ളൂ. വളരെ വലിയ സ്റ്റോറേജ് ആവശ്യമില്ല. ക്ലിയർ. അതുപോലെ വളരെ വലിയ പ്രോസസ്സിങ് ആവശ്യമില്ല. കാരണം എന്താ? ഇതെല്ലാം നെറ്റ്വർക്കഡ് ആയിരിക്കും. ക്ലിയർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വലിയ കമ്പ്യൂട്ടർ നമ്മൾ വാങ്ങിക്കണം, അതിൻ്റെ സെർവറാക്കി വെക്കുന്നു. കുറേ ചെറിയ PC, അതിന് തിൻ PC എന്നാണ് പറയുക. എസെൻഷ്യൽ ആയിട്ടുള്ള സർവീസുള്ള, ലോഗിൻ ചെയ്യാൻ പറ്റുന്ന, ബ്രൗസ് ചെയ്യാൻ പറ്റുന്ന ചില സോഫ്റ്റ്വെയർ അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന തിൻ PCs ഇൻസ്റ്റാൾ ചെയ്യുന്നു. അപ്പോൾ കുട്ടികൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. ക്ലിയർ. സെർവറിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ മെയിൻ കമ്പ്യൂട്ടറിൽ നിന്നുള്ള ഡാറ്റ എടുക്കാൻ പറ്റും, റിട്രീവ് ചെയ്യാൻ ഒക്കെ ചെയ്യാൻ പറ്റും. ക്ലിയർ. ഇപ്പോൾ സർവീസസ് കിട്ടുകയും ചെയ്യും. ഇത് ആർക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഒരു കാര്യം? എല്ലാ കാര്യത്തിനും ഫോർ എക്സാമ്പിൾ 1 TB 2 TB അല്ലെങ്കിൽ അത്തരത്തിലുള്ള മെമ്മറി കപ്പാസിറ്റി ഉള്ള ഹാർഡ് ഡിസ്ക് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇവിടെ എന്ത് ചെയ്ത് മതി? വളരെ ചെറിയ മെമ്മറിയുള്ള അല്ലെങ്കിൽ ചെറിയ മെമ്മറി കപ്പാസിറ്റി ഉള്ള ഹാർഡ് ഡിസ്ക് മതിയാവും. ക്ലിയർ. അതുപോലെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ. ഇപ്പോൾ ഈ രീതിയിൽ കൺസൾട്ടിങ്, അതുപോലെ സോഫ്റ്റ്വെയറിൻ്റെ വാങ്ങിക്കുന്ന കാര്യമാണ് ശരി, ഹയർ ചെയ്യുന്ന കാര്യമാണ് ശരി, സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തിലാണ് ശരി അല്ലേ. ഇപ്പോൾ IT ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ എല്ലാ പ്രോജക്റ്റുകളും കോൺട്രാക്റ്റുകളും ഒക്കെ എന്തായിട്ട് മാറുകയാണ്? ഔട്ട്സോഴ്സ്ഡ് ആണ് അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു എൻവയോൺമെൻറ്റിൽ ക്ലിയർ കൺസൾട്ടിങ് ആവശ്യമാണ്. സോ IT കൺസൾട്ടിങ്, ഇൻഫർമേഷൻ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കൺസൾട്ട് എല്ലാ മേഖലയിലും ഉണ്ട്. ക്ലിയർ. ബാങ്കിങ് ആയിക്കോട്ടെ, ഇൻഷുറൻസ് ആയിക്കോട്ടെ, മറ്റുള്ള എല്ലാ മേഖലകളിലും നമുക്ക് പറയാം. ദെൻ ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ് അല്ലെ, BPO. അപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ ആവിർഭാവത്തോടു കൂടി വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രൊഫഷനാണ് BPO എന്ന് പറയുന്നത് അല്ലേ, ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ്. ക്ലിയർ. ബിസിനസ്സിൻ്റെ പ്രോസസ്സുകൾ സാധാരണ നേരത്തെ ഒരു ബിസിനസ് അതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ തന്നെ ചെയ്യുമായിരുന്നു, അവർ തന്നെ അണ്ടർടേക്ക് ചെയ്യുമായിരുന്നു. ഇപ്പം അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല അല്ലേ. നമുക്കറിയാം BPO മോഡലാണ് ചെയ്യുന്നത്. ക്ലിയർ. അപ്പോൾ US അല്ലെങ്കിൽ യൂറോപ്പിലുള്ള കമ്പനികൾ എന്ത് ചെയ്യുന്നു? അവർക്ക് ആവശ്യമുള്ള ഡാറ്റ എൻട്രി വർക്കുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചിലവ് കുറഞ്ഞ രീതിയിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് ചെയ്തെടുക്കുന്നു. ക്ലിയർ. പത്തരത്തിലുള്ള
ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ് BPO സർവീസസ് അല്ലേ, പിന്നെ KPO എന്നും കൂടെ പറയാം, നോളേജ് പ്രോസസ് ഔട്ട്സോഴ്സിങ്. ക്ലിയർ? അപ്പോൾ നോളേജോ സ്കില്ല് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ട്രാൻസ്ലേഷനാണ്, അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലുള്ള വർക്കുകളാണ്, കോഡിംഗ് ആണ്, സോഫ്റ്റ്വെയർ ആണ്, അങ്ങനെയൊക്കെ വിചാരിക്കുക. അപ്പോൾ നമ്മൾ നോളേജ് പ്രോസസ് ഔട്ട്സോഴ്സിങ് പറയും. ക്ലിയർ? അതുപോലെ തന്നെ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, അത്തരത്തിലുള്ള വർക്കുകൾ ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ് BPOയുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ് ഒരു പ്രധാനപ്പെട്ട ഓപ്പർച്യൂണിറ്റി ആയിട്ട് അറിയപ്പെടുന്നു അല്ലേ. പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ, ഇന്ത്യ, ചൈന, അതൊക്കെയാണ് പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷൻ എന്തിൻ്റെ BPOൻ്റെ. ക്ലിയർ? കാരണം US ജർമ്മനിയിലോ അല്ലെങ്കിൽ അതുപോലെ തന്നെ UK അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഒരാളെ ഹയർ ചെയ്തിട്ട് അവിടെ ജോലി കൊടുത്തിട്ട് വർക്ക് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെയധികം കോസ്റ്റ് ആവും. പക്ഷേ ഇവിടെയൊക്കെ ആണെങ്കിലോ വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് അവർക്ക് സർവീസ് ചെയ്തെടുക്കാൻ പറ്റും. കാരണം എന്താ, അവിടെയുള്ള ക്ലയൻസിന് ഇന്ത്യയിൽ കോൺടാക്ട് ചെയ്താൽ മതി. എങ്ങനെ കോൺടാക്ട് ചെയ്യാം? ത്രൂ ഫോൺ അല്ലേ. ഇപ്പം എല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ്. ക്ലിയർ? നെറ്റ്വർക്ക് ഉള്ളതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഇവർക്ക് കോൾ സെൻറ്റർ ഓപ്പറേഷൻ, ക്ലിയർ, ഡാറ്റ എൻട്രി വർക്കുകൾ ഇതെല്ലാം ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട മേഖലയായിട്ട് ഇത് വന്നിട്ടുണ്ട്. ദെൻ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് നെറ്റ്വർക്ക് ഇൻറ്റഗ്രേഷൻ സർവീസസ്. ക്ലിയർ? സോ നെറ്റ്വർക്ക് ഇൻറ്റഗ്രേഷൻ, അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ. സോ ഇൻഫ്രാസ്ട്രക്ചർ ഇൻറ്റഗ്രേഷൻ ആസ് വെൽ ആസ് നെറ്റ്വർക്ക് ഇൻറ്റഗ്രേഷൻ ഓർ നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഇൻറ്റഗ്രേഷൻ. ഇപ്പോൾ ഇത്തരത്തിലുള്ള സർവീസും പ്രധാനപ്പെട്ട ഒരു മേഖലയായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നു അല്ലേ. നമ്മൾ ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ളൊരു വേൾഡ് ആണെങ്കിൽ അല്ലേ, എല്ലാ കാര്യങ്ങളും ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടുകൂടി ചെയ്തെടുക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഓൺലൈൻ സർവീസുകളും ഓൺലൈൻ സർവീസ് ഡെലിവറിയും ഗവൺമെൻറ്റും ഓർഗനൈസേഷൻസും ബിസിനസ്സും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് എന്ത് സംഭവിക്കും? നെറ്റ്വർക്ക് ടെക്നോളജി, നെറ്റ്വർക്ക് ഇൻ്റഗ്രേഷൻ അല്ലേ, നമ്മുടെ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ടു വൈഡ് ഏരിയ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലേക്കുള്ള കണക്ടിവിറ്റി. ക്ലിയർ? അപ്പോൾ ഈ രീതിയിൽ ഓരോ ഓർഗനൈസേഷനും ലാൻഡ് ചെയ്യേണ്ടി വരുന്നു, വാൻ ചെയ്യേണ്ടി വരുന്നു, ക്ലിയർ, ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യേണ്ടി വരുന്നു. അതുപോലെ തന്നെ റിലേറ്റഡ് ആയുള്ള സർവീസുകളും ടെക്നോളജി അല്ലേ, നെറ്റ്വർക്ക് ടെക്നോളജി എന്നാണ് നമ്മൾ പറയുക. നെറ്റ്വർക്ക് ഡിവൈസുകൾ, നെറ്റ്വർക്ക് ടെക്നോളജി, നെറ്റ്വർക്ക് ടെക്നീഷ്യൻസിൻ്റെ ആവശ്യകത. ഓക്കെ, നെറ്റ്വർക്ക് എറർ വരുമ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സർവീസ് പ്രൊഫഷണൽസിൻ്റെ ആവശ്യകത, ഇതൊക്കെ എമേർജ് ചെയ്ത് വന്നിട്ടുണ്ട്. ക്ലിയർ? അപ്പോൾ ആ രീതിയിൽ വളരെയധികം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു മേഖലയാണ് നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ തന്നെ നെറ്റ്വർക്ക് ഇൻ്റഗ്രേഷൻ സർവീസസ് എന്ന് പറയുന്നത്. അപ്പോൾ അതും ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ദെൻ അപ്ലിക്കേഷൻസ് ആൻഡ് സോഫ്റ്റ്വെയർ റിലേറ്റഡ് സർവീസസ് അല്ലേ. അപ്പോൾ അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആപ്ലിക്കേഷൻ അല്ലേ, ഇപ്പോൾ എല്ലാം മൊബൈൽ കമ്പ്യൂട്ടിംഗ് ഒക്കെ പ്രധാനമായിട്ടും വന്നതോടുകൂടി അല്ലേ വളരെയധികം ആപ്പ് അല്ലേ അപ്ലിക്കേഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ ഞാൻ കൂടുതലത് പറയുന്നില്ല. അതുപോലെ തന്നെയാണ് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സിൻ്റെ കേസിലും വളരെയധികം സോഫ്റ്റ്വെയർ അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആവശ്യമാണ് അല്ലേ. എന്താ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ? ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയറാണ് നമ്മൾ ആപ്ലിക്കേഷൻ എന്ന് പറയും അല്ലേ. ഏതെല്ലാം? സിസ്റ്റം സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ഇങ്ങനെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ ഡിവൈഡ് ചെയ്യുക അല്ലേ. അപ്പോൾ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്താ? സിസ്റ്റത്തിനെ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് പ്രവർത്തിക്കുന്നതാണ് എന്താ? സിസ്റ്റം സോഫ്റ്റ്വെയർ. ബേസിക് യൂട്ടിലിറ്റി. ക്ലിയർ? ഓപ്പറേറ്റിംഗ് എൻവയോൺമെൻറ്റ്. ക്ലിയർ? പിന്നീട് ഓരോരോ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ നമുക്ക് എന്ത് വേണം? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. സേ ഫോർ എക്സാമ്പിൾ വേർഡ് പ്രോസസ്സിംഗ് നമ്മൾ MS വേർഡ് ഉപയോഗിക്കുന്നു അല്ലേ. ഡാറ്റാബേസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട MS ആക്സസ് ഉപയോഗിക്കുന്നു. ക്ലിയർ? അതുപോലെ തന്നെ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണെങ്കിൽ ലിനക്സ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ക്ലിയർ സോഫ്റ്റ്വെയർ നമുക്ക് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആയിട്ട് അല്ലേ. എക്സലുമായി ബന്ധപ്പെട്ടുള്ള സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാം ആണെങ്കിൽ നമുക്ക് MS എക്സൽ ഉണ്ട്. ക്ലിയർ? അതുപോലെ തന്നെ പവർ പോയിൻ്റ് ഒക്കെ പ്രസൻറ്റേഷൻ ചെയ്യണമെങ്കിൽ MS പവർ പോയിൻ്റ് ഉണ്ട് അല്ലേ. ഇതൊക്കെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. അതുപോലെ ടാലി അല്ലേ, അക്കൗണ്ടിങ് ചെയ്തെടുക്കാൻ വേണ്ടി ടാലി സോഫ്റ്റ്വെയർ ഉണ്ട് അല്ലേ. ഇതെല്ലാം ആപ്ലിക്കേഷൻ. ഇതേ റിലേറ്റഡ് ആയിട്ട് നമുക്ക് മൊബൈലിൽ വരുമ്പോഴോ ഒട്ടനവധി ആപ്ലിക്കേഷൻ ആപ്പുകൾ അല്ലേ. അപ്പോൾ ഈ ആപ്പുകളും ആപ്ലിക്കേഷൻസും സോഫ്റ്റ്വെയർ റിലേറ്റഡ് സർവീസുകളും ഒക്കെ ക്ലിയർ, സോഫ്റ്റ്വെയറിൻ്റെ ഡെവലപ്മെൻറ്റ്, അതിൻ്റെ ഡിസമിനേഷൻ. ക്ലിയർ? ഇതെല്ലാം എന്തിൻ്റെ ഭാഗമാണ്? പുതിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ക്ലിയർ? അപ്പോൾ പുതിയ സ്റ്റാർട്ടപ്പുകൾക്കായിക്കോട്ടെ അല്ലെങ്കിൽ പുതിയ പ്രൊഫഷണൽസിനായിക്കോട്ടെ, ഈവൻ ഇപ്പോൾ കമ്പ്യൂട്ടർ നോളേജുള്ള ബേസിക്കായിട്ടുള്ള നോളേജുള്ള കുട്ടികൾക്ക് പോലും എന്ത് ചെയ്യാറുണ്ട്? ദേ ആർ ഡെവലപ്പിംഗ് ദെയർ ഓൺ ആപ്ലിക്കേഷൻ. ക്ലിയർ? അപ്പോൾ അത്തരത്തിൽ ആപ്പ് ഡെവലപ്മെൻറ്റ് ഒരു പ്രധാനപ്പെട്ട മേഖലയായിട്ട്, ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, സോഫ്റ്റ്വെയർ കോഡിങ്, ക്ലിയർ, അത് ഒരു പ്രധാനപ്പെട്ട സർവീസ് മേഖലയായിട്ട് മാറിയിട്ടുണ്ട്. ക്ലിയർ? സോ ദാറ്റ് ഈസ് അതുപോലെ തന്നെ ഇന്ത്യയുടെ എക്സ്പോർട്ടിൻ്റെ വളരെ നിർണായകമായിട്ടുള്ള സിഗ്നിഫിക്കൻറ്റ് പോർഷൻ എന്താണ്? സോഫ്റ്റ്വെയർ മേഖലയിൽ നിന്നുള്ള എക്സ്പോർട്ടാണ്. ക്ലിയർ? ഇതൊക്കെ കൊണ്ട് ഇതൊരു പ്രാധാന്യം അറിയിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് പറയാം. ഹാർഡ്വെയർ. ക്ലിയർ? ഹാർഡ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി. എന്താണ് ഹാർഡ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി അല്ലേ? പറയേണ്ട കാര്യമില്ല, നമുക്കറിയാം അല്ലേ. ഹാർഡ്വെയർ റിസോഴ്സസ് ഒട്ടനവധി അവൈലബിൾ ആണ്. ക്ലിയർ? അതിൻ്റെ ആവശ്യകത അല്ലേ, അത് മാനുഫാക്ചറിങ്, അതിൻ്റെ മേക്കപ്പ്,
അതിൻ്റെ സർവീസിങ്, ക്ലിയർ, റിപ്പയറിങ്, അതിൻ്റെ പാർട്സ്, ടൂൾസ്, ഇംപ്ലിമെൻറ്റ്, അക്സസറീസ്, ഇതെല്ലാം ഇതിനോടനുബന്ധിച്ച് വരുന്നതാണ് അല്ലേ. PCs എടുത്ത് നോക്കുക, പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് അല്ലേ. പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് തന്നെ പലതരത്തിലും നമുക്കിപ്പോൾ അവൈലബിൾ ആണ് അല്ലേ. ഡെസ്ക്ടോപ്പായിട്ടും ലാപ്ടോപ്പായിട്ടും നോട്ട്ബുക്കായിട്ടും പാംടോപ്പായിട്ടും ടാബ്ലറ്റ്സ് ആയിട്ടും സ്മാർട്ട് ഫോൺ ആയിട്ടും അല്ലേ ഒക്കെ അവൈലബിൾ ആണ്. ക്ലിയർ. മൊബൈൽ ഡിവൈസസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനും ഒട്ടനവധി വേരിയൻസ് നമുക്ക് അവൈലബിൾ ആണ്. ക്ലിയർ. അപ്പോൾ ഇതെല്ലാം അത് ഇത് ഡിവൈസുകൾ മാത്രമല്ല, അതിന് കുറേ കമ്പോണൻസ് അതിലുണ്ടാവും, റിലേറ്റഡ് ആയിട്ടുള്ള അക്സസറീസ് ഉണ്ടാവും. ക്ലിയർ. അപ്പോൾ ഇതെല്ലാം ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് വരികയാണ്. ഇതിൻ്റെ അസംബ്ലിങ്, ഇതിൻ്റെ മാനുഫാക്ചറിങ്, ക്ലിയർ, അതുപോലെ തന്നെ ഇതിൻ്റെ സെയിൽസ്, മാർക്കറ്റിംഗ്, ഇതെല്ലാം ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് വരണം അല്ലേ. നമുക്ക് തന്നെ അറിയാം, കഴിഞ്ഞൊരു 10 വർഷം മുമ്പ് നമ്മുടെ ടൗണിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഷോപ്പുകളും ഇപ്പോൾ നമ്മൾ ടൗണിൽ പോയി നോക്കുമ്പോൾ അല്ലേ എത്രമാത്രം മൊബൈൽ ഷോറൂംസാണ്, എത്രമാത്രം സർവീസ് സെൻറ്റേഴ്സാണ്, എത്രമാത്രം ടെക്നിക്കൽ ഷോറൂമുകളാണ് നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് വിസിബിളാണ്. ക്ലിയർ. നേരത്തെ ഇല്ലാതിരുന്ന ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു വളരെ വ്യാപകമായിട്ടുള്ള ഷോറൂംസ് അല്ലെങ്കിൽ സെയിൽസ് ഷോറൂംസ്, ഔട്ട്ലെറ്റുകൾ ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് അല്ലേ. സെൽഫോണുകൾ കമ്പനികൾ അല്ലേ, ഒരു 15 വർഷം മുമ്പ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കമ്പനികളൊന്നും നമ്മൾ കേട്ടുകേൾവി പോലും ഉണ്ടായിരുന്നില്ല. വളരെ കുറച്ച് മാത്രം BSNL അങ്ങനെയുള്ള കമ്പനികൾ മാത്രമേ ഉണ്ടായിരുന്നു ഒരു 15-20 വർഷം മുമ്പൊക്കെ. ക്ലിയർ. പക്ഷേ ഇപ്പോഴോ വ്യാപകമായിട്ട് എവിടെ പോയി നോക്കിയാൽ നമുക്ക് ചില ഔട്ട്ലെറ്റ് കാണാൻ പറ്റും അല്ലേ. സെല്ലുലാർ കമ്പനികളുടെ ഔട്ട്ലെറ്റുകൾ അല്ലെങ്കിൽ അവരുടെ ഏജൻസി ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ രീതിയിൽ വളരെയധികം സർവീസുകൾ വ്യാപിച്ചിരിക്കുന്നു. അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് പറയാം അല്ലേ. നെറ്റ്വർക്ക് എക്യുപ്മെൻറ്റ്സ് അല്ലേ, അതും ഒരു പ്രധാനപ്പെട്ട ഓപ്പർച്യൂണിറ്റിയാണ്. നെറ്റ്വർക്ക് എക്യുപ്മെൻറ്റ്സ് എന്താ അല്ലേ, സ്വിച്ചസ് വേണം, റൂട്ടേഴ്സ് വേണം അല്ലേ, അതുപോലെ തന്നെ മോഡം ആവശ്യമായിട്ടുണ്ടാവും. ക്ലിയർ. നെറ്റ്വർക്ക് കേബിൾസ് ഉണ്ട് അല്ലേ, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ് ഉണ്ട്, ക്ലിയർ, കോയാക്സിയൽ കേബിൾസ് ഉണ്ടാവാം, അതുപോലെ തന്നെ അതർ നെറ്റ്വർക്ക് ഡിവൈസസ് ഉണ്ടാവും. ക്ലിയർ. ഇങ്ങനെ ഒട്ടനവധി നെറ്റ്വർക്ക് ഡിവൈസുകൾ, എക്യുപ്മെൻറ്റ്സ്, ഇതെല്ലാം ഇതിൻ്റെ മാനുഫാക്ചറിങ്, ഡിസ്ട്രിബ്യൂഷൻ, സെയിൽസ്, മാർക്കറ്റിംഗ്, സർവീസിങ്, റിപ്പയറിങ്, ഓക്കെ, കണക്ടിവിറ്റി, ഇതൊക്കെ ഒരു സർവീസ് മേഖലയായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് വരും. അതുപോലെ തന്നെയാണ് സെർവേഴ്സ് ആൻഡ് സ്റ്റോറേജ് അല്ലേ. നെറ്റ്വർക്കിൽ എന്ത് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയാലും എന്ത് കാര്യം ചെയ്യാൻ എന്ത് വേണം, സ്റ്റോറേജ് ആവശ്യമാണ്, സെർവേഴ്സ് ആവശ്യമാണ് അല്ലേ. ഒരു നെറ്റ്വർക്കിൻ്റെ എൻവയോൺമെൻറ്റ് പ്രത്യേകിച്ച് സെർവർ വേണം. ഇത് നമ്മൾ പറയുന്ന പേരാണെന്ത്, ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ. ക്ലിയർ. അപ്പോൾ നെറ്റ്വർക്ക് ചെയ്യുമ്പോൾ 2 രീതിയിലാണ് ചെയ്യുക അല്ലേ. ഒന്ന് ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചറിലും ചെയ്യാം, പിന്നെയോ പിയർ ടു പിയർ. ക്ലിയർ. പിയർ ടു പിയർ എന്ന് പറയുമ്പോൾ എല്ലാ സിസ്റ്റം അതിൽ നെറ്റ്വർക്കിൽ ഉൾപ്പെടുന്ന ഓരോ കമ്പ്യൂട്ടറിനും ഈക്വൽ ആയിട്ടുള്ള സ്റ്റാറ്റസ് ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ ക്ലയൻറ്റ് സെർവർ നെറ്റ്വർക്കിൽ എന്തായിരിക്കും, ഒരു സിസ്റ്റം മേജർ സിസ്റ്റം ആയിട്ട് വയ്ക്കുന്നു, അതിന് നമ്മൾ സെർവർ എന്ന് പറയും. ക്ലിയർ. ആ സെർവറിലാണ് ഡാറ്റകൾ മുഴുവൻ ഉണ്ടാവുക. ക്ലയൻസ് എന്ത് ചെയ്യുന്നു, ക്ലയൻസിന് ആവശ്യമായുള്ള ഡാറ്റ സെർവറിനടുത്ത് ചോദിക്കുന്നു, സെർവർ അതെന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു. ക്ലിയർ. ഇങ്ങനെ ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ എന്നാണ് ഇത് പറയുക. ക്ലിയർ. PP ആണെങ്കിലോ അതായത് പിയർ ടു പിയർ എന്നാണ് പറയുക. അവിടെ ഓരോ കമ്പ്യൂട്ടറും സെർവറായിട്ടും ആക്ട് ചെയ്യും, ക്ലയൻറ്റുമായിട്ട് ആക്ട് ചെയ്യും. ക്ലിയർ. അപ്പോൾ സെപ്പറേറ്റ് സെർവർ അവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഇത്തരത്തിൽ സെർവേഴ്സും സ്റ്റോറേജും ക്ലിയർ ഇതെല്ലാം നമുക്ക് ഇപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറുന്നു, സർവീസായിട്ട് മാറുന്നു. ക്ലിയർ. ക്ലൗഡിൻ്റെ ബേസിസിൽ ഇതൊരു പ്രധാനപ്പെട്ട ഓപ്പർച്യൂണിറ്റി ആയിട്ടും മാറും. ഓക്കെ. ഇതുകൊണ്ടാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നുള്ളൊരു ടേം തന്നെ നമ്മളിപ്പോൾ വ്യാപകമായിട്ട് കുറേ വർഷങ്ങളായിട്ട് ഉപയോഗിച്ച് വരുന്നു. ഓക്കെ. സോ ദീസ് ആർ സം ഓഫ് ദി ഓപ്പർച്യൂണിറ്റീസ് റിലേറ്റഡ് ടു IT industries. Clear. That so new threats of IT industry. IT ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് വരാവുന്ന കുറച്ച് ന്യൂ ത്രെഡ്സ്. ക്ലിയർ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ക്ലിയർ. IT ഇൻഡസ്ട്രി വളരെയധികം ഓപ്പർച്യൂണിറ്റി ഉള്ളതാണ്, സ്കോപ്പ് ഉള്ളതാണ് അല്ലേ, ബെനിഫിഷ്യലാണ്, ഒക്കെയാണ്. പക്ഷെ എന്തുകൂടെ വരുന്നു, കുറേയധികം ത്രെഡ്സ്, ക്ലിയർ, ഭീഷണികളും ഇതിൻ്റെ ഫലമായിട്ട് വരുന്നുണ്ട് അല്ലേ. അത് കുറേയധികം ഉണ്ട്. പക്ഷെ നമുക്കത് ചുരുക്കി പറയാം. നമ്മൾ സൈബർ സ്പേസിനെ കുറിച്ച്, അതിൻ്റെ ത്രെഡ്സിനെ കുറിച്ച് നോക്കിയപ്പോൾ കുറേ പറഞ്ഞു അല്ലേ. അതിവിടെ ഇൻക്ലൂഡ് ചെയ്ത് പറയണം കേട്ടോ. അവിടെ നമ്മളത് ചേർത്തിട്ടില്ല, പക്ഷേ എങ്കിലും അതുകൂടെ ഇൻക്ലൂഡ് ചെയ്ത് പറയേണ്ടതായിട്ട് വരും. ഓക്കെ. സോ ഓരോ പോയിൻ്റായിട്ട് നോക്കാം. സോ വാട്ട് ആർ ദ ന്യൂ ത്രെഡ്സ്, എമേർജിങ് ത്രെഡ്സ്. ഓക്കെ. പ്രധാനമായിട്ടും വരുന്ന പുതിയ വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഒന്ന്, ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഫെയിലിയർ അല്ലേ. എല്ലാം നെറ്റ്വർക്കഡ് ആണ്, ഓൺലൈൻ സർവീസുകളാണ്, കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ഓട്ടോമാറ്റഡ് സിസ്റ്റംസ് ആണ് അല്ലേ. ഇപ്പം എന്ത് സംഭവിക്കുന്നു, പഴയ ഫയൽ കീപ്പിംഗ് മാനുവലായിട്ടുള്ള സിസ്റ്റത്തിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇപ്പോൾ അല്ലേ ഹാർഡ്വെയർ ഫെയിലിയറും സോഫ്റ്റ്വെയർ ഫെയിലിയറും വളരെ വ്യാപകമായിട്ട് കാണപ്പെടുന്നു അല്ലേ. നമ്മൾ ചിലപ്പോൾ
ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി വില്ലേജ് ഹൗസിൽ പോകുമ്പോഴായിരിക്കും അവിടെ പറയുന്നത് സെർവർ ഒന്ന് പ്രോബ്ലമാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. നേരത്തെയാണെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു, അവിടെ ഒരു സർട്ടിഫിക്കറ്റ് പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കാമായിരുന്നു അല്ലേ. ഇപ്പോൾ അത് പറ്റുമോ? ഇല്ല. സെർവറിനെ ഡിപ്പെൻഡഡ് ആണ്, ക്ലിയർ. ഹാർഡ്വെയർ ഡിപ്പെൻഡഡ് ആണ്. ഹാർഡ്വെയർ ഫെയിൽ ആയി കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇലക്ട്രിസിറ്റി ഇല്ല, സപ്ലൈ ഇല്ല, ബാറ്ററി ചാർജും ഇല്ല, ക്ലിയർ. UPS ചാർജ് ഇല്ല, ഉടനെ ഒരു കാര്യം നടക്കാതെ വരും, ക്ലിയർ. അതുപോലെ നെറ്റ്വർക്കിൽ പ്രോബ്ലമാണ്, ഒരു കാര്യം നടക്കാതെ. സോഫ്റ്റ്വെയർ ഫെയിലായി, ഈ ഡിസ്ട്രിക്റ്റിൽ പ്രോബ്ലം ആണ്, അല്ലെങ്കിൽ ഗവൺമെൻറ് സോഫ്റ്റ്വെയർ പ്രോബ്ലമായി, അതോടുകൂടി സർവീസ് നിന്ന് പോകും. ഇതുപോലെ തന്നെയാണ് എല്ലാ മേഖലയിലും, ബാങ്കിങ് ആയിക്കോട്ടെ, മറ്റുള്ള മേഖല ആയിക്കോട്ടെ ഒക്കെ, ക്ലിയർ. അപ്പോൾ ഓൾ ദ സർവീസസ്, ഫങ്ഷണാലിറ്റീസ്, ഓപ്പറേഷൻ, ക്ലിയർ, ആർ become dependent on ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ, ക്ലിയർ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വരുന്നൊരു അവസരത്തിൽ അതിൻ്റെ ഫെയിലുവർ എന്തിനു കാരണമാകുന്നു? ഡിനയൽ ഓഫ് സർവീസ് ആയിട്ട് മാറുന്നു, ക്ലിയർ. സർവീസ് കിട്ടാത്തൊരവസ്ഥയിലേക്ക് മാറുന്നു, ക്ലിയർ. അപ്പോൾ അതുകൊണ്ട് അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ത്രെട്ടായിട്ട് നമുക്ക് പറയാൻ പറ്റും അല്ലേ. നമ്മളൊരു ഓൺലൈനായിട്ടുള്ളൊരു ആപ്ലിക്കേഷനായിട്ട് അയക്കാൻ വേണ്ടി നിങ്ങൾക്കൊക്കെ ഒരുപക്ഷെ എക്സ്പീരിയൻസ് ഉണ്ടാവും അല്ലേ. നിങ്ങൾ ക്യാപ്പ് രജിസ്ട്രേഷൻ, UG അഡ്മിഷന് വേണ്ടി ക്യാപ്പ് രജിസ്റ്റർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ആദ്യം ട്രൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ സെർവർ എറർ കാണിക്കും, നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ കിട്ടില്ല അല്ലേ. ലോഗിൻ ചെയ്യാൻ നോക്കുമ്പോൾ ചിലപ്പോൾ കിട്ടുന്നുണ്ടാവില്ല, ക്ലിയർ. സെർവർ പ്രോബ്ലം ആയിരിക്കും, ഓക്കെ. അല്ലെങ്കിൽ നെറ്റ്വർക്ക് പ്രോബ്ലം ആയിരിക്കും. ഇങ്ങനെ പലതരത്തിലുള്ള ഇഷ്യൂസും വരാറുണ്ട്. ഇതുപോലെ ഓക്കെ, ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഫെയിലിയർ ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് മാറ്റർ, ക്ലിയർ. ഇമ്പോർട്ടൻറ്റ് ത്രെഡ് അല്ലേ. ഒരു സെർവർ ഫെയിലായി, ഹാർഡ്വെയർ ഫെയിലായി, നമുക്ക് ഡാറ്റ കിട്ടില്ല, എന്താണെന്ന് നോക്കാൻ പോലും പറ്റില്ല. കാരണം എന്താ, ഫിസിക്കൽ ഫയലില്ല അല്ലേ. നമ്മുടെ കൈവശം നേരത്തേക്ക് ആണെങ്കിൽ ഫയൽ ഉണ്ടാവും, നമുക്ക് എടുത്ത് നോക്കാം. ഇപ്പോൾ ഫയലുണ്ടോ? എല്ലാം ഡിജിറ്റലാണ്. ഗവൺമെൻറ്റിൻ്റെ ഫയലിംഗ് സിസ്റ്റം മുഴുവൻ ഈ ഫയലിംഗ് സിസ്റ്റത്തിലേക്ക് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിന് ഓഫീസ് എന്നാണ് പറയുക. അപ്പോൾ അത്തരത്തിൽ ഒരു ഓഫീസ് സിറ്റുവേഷനിൽ ഫയൽസ് മിക്കവാറും ഈ ഇലക്ട്രോണിക് ആയിട്ടാണ് കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ സിസ്റ്റം ഫെയിലായി കഴിഞ്ഞാൽ എന്താവും, ഫയൽ നോക്കാൻ പോലും പറ്റില്ല, ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല, ഫയൽ നോക്കാൻ പറ്റില്ല, ഡാറ്റ കിട്ടില്ല. സോഫ്റ്റ്വെയർ ഫെയിലായാൽ ഇത് തന്നെയാണ് സ്ഥിതി, ഓക്കെ. അപ്പോൾ ഈ രീതിയിൽ ഡാറ്റയോ ഒക്കെ ബുദ്ധിമുട്ടായിട്ട് വരുന്നു, ഓക്കെ. സോ ഇത് ഓൺലൈൻ പ്രോസസ്സിൻ്റെ അല്ലെങ്കിൽ IT ഇൻഡസ്ട്രിയുടെ ഒരു ത്രെട്ടായിട്ട് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ മാൽവെയേഴ്സ് അല്ലേ, കമ്പ്യൂട്ടറിൻ്റെ ത്രെട്ടാണ് സൈബർ ക്രൈംസ് അല്ലെങ്കിൽ മാൽവെയർ അല്ലേ. പലപ്പോഴും നമ്മൾ നമ്മുടെ സ്മാർട്ട് ഫോൺ ആയിക്കോട്ടെ, പേഴ്സണൽ കമ്പ്യൂട്ടർ ആയിക്കോട്ടെ അല്ലേ, ലാപ്ടോപ്പ് ആയിക്കോട്ടെ, ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ ആയിക്കോട്ടെ, ഇതൊക്കെ എന്താ, നെറ്റ്വർക്കഡാണ്. നീ നെറ്റ്വർക്ക് അല്ലെങ്കിൽ പോലും, ക്ലിയർ, അതിലെന്ത് ബാധിക്കാം? ഇതെല്ലാം ഇലക്ട്രോണിക് ഡിവൈസസ് ആയതുകൊണ്ട് അല്ലേ, മാൽവെയർ അല്ലേ, മലീഷ്യസ് സോഫ്റ്റ്വെയറിനെയാണ് മാൽവെയർ എന്ന് പറയുക, ക്ലിയർ. സോ some people, mischievous people, clear, may try to create, clear, panic in the IT industry by injecting certain malicious software. അവർക്ക് സോഫ്റ്റ്വെയറിൻ്റെ നോളജ് ഉണ്ട്, അവരെന്ത് ചെയ്യുന്നു, മലീഷ്യസ് പർപ്പസിന് വേണ്ടി, ക്ലിയർ, തെറ്റായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയുള്ള വൈറസ് പ്രോഗ്രാമുകൾ, മാൽവെയർ ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അത് ഡിസമിനേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിനെ ബാധിക്കും, ക്ലിയർ. ചില സോഫ്റ്റ്വെയർ, മലീഷ്യസ് സോഫ്റ്റ്വെയർ, മാൽവെയർ എന്തായിരിക്കും, ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നതായിരിക്കും, ക്ലിയർ. വൈറസ് പോലെ സ്പ്രെഡ് ചെയ്യുന്നതായിരിക്കും, വോംസ് പോലെ സ്പ്രെഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ചിലപ്പോൾ കണക്റ്റഡ് ആയിട്ട് വരുമ്പോൾ കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ സിസ്റ്റത്തിനും അത് ബാധിക്കും. അത് ഹാങ് അപ്പ് ആവും അല്ലേ, അതിൻ്റെ റിസോഴ്സസ് കൂടുതൽ ഉപയോഗിക്കും, ക്ലിയർ. പ്രോസസ്സിങ് നടക്കില്ല, സ്പീഡായിട്ട് നടക്കില്ല, കറങ്ങിക്കൊണ്ടേയിരിക്കും, ക്ലിയർ. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇൻഫർമേഷനൊക്കെ സ്റ്റീൽ ചെയ്യപ്പെടും, മോഷ്ടിക്കപ്പെടും, ക്ലിയർ. നമ്മുടെ പേഴ്സണൽ ഡാറ്റ ചിലപ്പോൾ സ്റ്റീൽ ചെയ്യപ്പെടും. നമ്മളറിയാതെ തന്നെ നമ്മുടെ ക്യാമറ അല്ലേ, നമ്മുടെ ഫോണിലെ ക്യാമറ ചിലപ്പോൾ ഓപ്പൺ ആയിട്ട് ചിലപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ടാവാം, ക്ലിയർ. അതുപോലെ തന്നെ ഫോട്ടോസ് എടുക്കുന്നുണ്ടാവാം. നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസും മറ്റുള്ള കാര്യങ്ങളും ആപ്ലിക്കേഷൻസൊക്കെ ചിലപ്പോൾ അവർക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ, ഹാക്കിംഗ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ എന്ത് ചെയ്തിട്ടുണ്ടാവാം, ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവാം. നമ്മുടെ വെബ്സൈറ്റ് ചിലപ്പോൾ അവർ ഹാക്ക് ചെയ്യുന്നുണ്ടാവാം, പേഴ്സണൽ ഇൻഫർമേഷൻ അവർ സ്റ്റീൽ ചെയ്യുന്നുണ്ടാവാം, ക്ലിയർ. ഐഡൻറ്റിറ്റി തെഫ്റ്റ് നടക്കുന്നുണ്ടാവാം. ഇങ്ങനെ ഒട്ടനവധി മാൽവെയർ പ്രോബ്ലം, ക്ലിയർ, വൈറസ് റിലേറ്റഡ് ആയിട്ടുള്ള അതൊരു അടുത്തായിട്ടുള്ളൊരു പ്രോബ്ലമായിട്ട് കൊടുക്കും, ക്ലിയർ. അപ്പോൾ അത്തരത്തിൽ മലീഷ്യസ് സോഫ്റ്റ്വെയർ അതൊരു പ്രോബ്ലമാണ് അല്ലേ. സോ IT ഇൻഡസ്ട്രിയുടെ ഫലമായിട്ടാണ് ഇത് വന്നത്. അപ്പോൾ ITയുടെ ഒരു പ്രധാനപ്പെട്ട ത്രെട്ടാണ്, ക്ലിയർ, മാൽവെയേഴ്സ് എന്ന് പറയുന്നത്, ക്ലിയർ. അതിന് പല പ്രിവെൻറ്റീവ് മെഷേഴ്സ് ഉണ്ട്, എങ്കിൽ പോലും നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ ഇൻ്റർനെറ്റ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ അല്ലേ, നിങ്ങൾക്കൊക്കെ പലപ്പോഴും അഡ്വൈസൊക്കെ കിട്ടിയിട്ടുണ്ടാവും അല്ലേ, ഡോണ്ട് ക്ലിക്ക് അല്ലേ, ഡോണ്ട് ട്രൈ ടു ക്ലിക്ക് അറ്റ് അല്ലേ എവറി ലിങ്ക്സ്, എല്ലാ ലിങ്കിലും ക്ലിക്ക് ചെയ്യാൻ പാടില്ല, വരുന്ന എല്ലാ മെസ്സേജും ഓപ്പൺ ചെയ്യാൻ പാടില്ല എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താ കാരണം, പലതിലും ചിലപ്പോൾ മലീഷ്യസ് ആയുള്ള സോഫ്റ്റ്വെയർ ഉണ്ടാവാം, അല്ലേ. നമുക്ക് ചിലപ്പോൾ വാട്സപ്പിലൂടെ ഒരു വീഡിയോ ആയിരിക്കും വരിക, നമ്മളത് ഓപ്പൺ ചെയ്യുമ്പോൾ ഉടനെ ആ മലീഷ്യസ് സോഫ്റ്റ്വെയർ നമ്മുടെ സിസ്റ്റത്തിലായി അല്ലെങ്കിൽ നമ്മുടെ ഫോണിലായി, പിന്നീട് അതിൻ്റെ ഓപ്പറേഷൻ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ രീതിയിൽ വളരെ ത്രെട്ടായിട്ടുള്ളൊരു കാര്യമാണ് മലീഷ്യസ് സോഫ്റ്റ്വെയർ, മാൽവെയർ. ദെൻ വൈറസ് അല്ലേ, വൈറസ് പലതരത്തിലുണ്ട്. അപ്പോൾ വൈറസും അല്ലേ ഒരു മാൽവെയർ ആണ് വൈറസ്. അപ്പോൾ വൈറസിൻ്റെ ഡിസമിനേഷൻ സിസ്റ്റം ടു സിസ്റ്റം അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൻ്റെ ഫയൽ ടു ഫയൽ, ഡ്രൈവ് ടു ഡ്രൈവ്, ക്ലിയർ, വളരെയധികം
കോപ്പീസ് അത് ഉണ്ടാക്കുന്നു. റിപ്ലിക്കേഷൻ എബിലിറ്റി ഉള്ളതാണ് വൈറസ്. ക്ലിയർ? അതിൻ്റെ മൾട്ടിപ്പിൾ കോപ്പീസ് ചെറിയൊരു ഫ്രാക്ഷൻ ഓഫ് ടൈം കൊണ്ട് തന്നെ വൈറസ് സ്പ്രെഡ് ചെയ്യുന്ന അതേപോലെ എന്ത് ചെയ്യും, സ്പ്രെഡ് ചെയ്യും. ഇപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ഹാർഡ് ഡിസ്കിലുള്ള സ്പേസും കൂടെ ഓക്യുപ്പൈഡ് ആവും. സിസ്റ്റത്തിൻ്റെ അല്ലേ CPU അതിൻ്റെ പ്രോസസ്സിങ് വളരെയധികം ഇതായിട്ട് മാറും, സ്ലോ ആയിട്ട് മാറും. വളരെ കൂടുതൽ അവർക്ക് പ്രോസസ്സ് ചെയ്യാനുണ്ടാവും. ഇപ്പോൾ CPU ഒക്കെ ചൂടാവും, ചിലപ്പോൾ ബേസ്റ്റ് ആവും, ചിലപ്പോൾ ബേൺ ആവും. ക്ലിയർ? ചിലപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റാതെ പൊട്ടിത്തെറിച്ചു എന്ന് വരും. ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ട് വൈറസ്. അപ്പോൾ വൈറസ് റിലേറ്റഡ് ആയുള്ള ഇഷ്യൂ ക്ലിയർ? അവിടെയും ഐഡൻറ്റിറ്റി തെഫ്റ്റും അതുപോലെ തന്നെ ഇല്ലീഗലായിട്ടുള്ള സൈബർ ക്രൈം റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്. എങ്കിലും ഇതും ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ത്രെട്ടായിട്ട് നമുക്ക് പറയാം. ദാറ്റ് ഇസ് സ്പാം, സ്കാം ആൻഡ് ഫിഷിംഗ്. ക്ലിയർ? സൈബർ ക്രൈമുമായി ബന്ധപ്പെട്ടുള്ള ചില ടേംസ് ആണ് ഇതൊക്കെ. സ്പാം എന്താ, ഇതൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട്. ക്ലിയർ? അപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ എന്തൊക്കെയാണെന്ന് നോക്കും. പക്ഷെ ഇപ്പോൾ തൽക്കാലം അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയാം സ്പാം, അല്ലേ? സ്പാം ക്ലിയർ? ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി മൾട്ടിപ്പിൾ ആയിട്ടുള്ള ക്ലിയർ കണ്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹ്യൂജ് ആയിട്ടുള്ള വോള്യത്തിൽ എന്ത് ചെയ്യുന്നു, ഇമെയിൽ മെസ്സേജുകൾ അയക്കുക അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജുകൾ അയക്കുക. ക്ലിയർ? നമ്മുടെ ചിലപ്പോൾ ചില മെസ്സേജൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ഇമെയിലിൻ്റെ ഇൻബോക്സ് മുഴുവൻ ഫില്ലാവും, അതിൻ്റെ മെമ്മറി മുഴുവൻ കഴിയും. ക്ലിയർ? ആ രീതിയിലേക്ക് എന്ത് ചെയ്യുന്നു, ഒരേ കാര്യം തന്നെ ന്യൂമറസ് കോപ്പീസ്, അതിൻ്റെ കോപ്പീസ് ഒരേ ടൈം വന്നിട്ട് നമ്മുടെ മെയിൽ ബോക്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ മെയിൽ ബോക്സ് ഹാങ് ആവും, അല്ലേ? പിന്നെ നമ്മൾ മെയിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ കിട്ടില്ല, കറങ്ങിക്കൊണ്ടേ ഇരിക്കും, നമ്മുടെ പർപ്പസ് നടക്കില്ല. ക്ലിയർ? അപ്പോൾ ഇത്തരത്തിൽ വരുന്നതാണ് സ്പാമിംഗ് എന്ന് പറയുക. ക്ലിയർ? അത് ഫോണിലും സംഭവിക്കാം. ഓക്കെ, ഫോണിലും നമ്മൾ ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ വാട്സപ്പിലൂടെയും ചിലപ്പോൾ സംഭവിക്കാറുണ്ട്. ക്ലിയർ? വളരെയധികം ഫോട്ടോസ് വീഡിയോസോ ഒറ്റ അടിക്ക് ഒരേ കോപ്പി തന്നെ മൾട്ടിപ്പിൾ ആയിട്ട് വരും. ഉടനെ എന്താവും, നമ്മുടെ സിസ്റ്റത്തിൻ്റെ മെമ്മറിയൊക്കെ കഴിഞ്ഞു പോകും. ക്ലിയർ? ഇപ്പോൾ ഈ രീതിയിൽ വരാവുന്ന സ്കാംസ് അല്ലേ, ഫിനാൻഷ്യൽ സ്കാംസ് ഒട്ടനവധി നടക്കുന്നുണ്ട്, അല്ലേ? കമ്പ്യൂട്ടർ ക്രൈം നമ്മൾ പറയും. ക്ലിയർ? ഫിനാൻഷ്യൽ ക്രൈംസ് എന്ന് പറയും. അപ്പോൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ച്, കമ്പ്യൂട്ടർ ടെക്നോളജി ഉപയോഗിച്ച്, ഇൻ്റർനെറ്റ് ടെക്നോളജി ഉപയോഗിച്ച്, നെറ്റ്വർക്ക് ടെക്നോളജി ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഫിനാൻഷ്യൽ ക്രൈംസ് ഒട്ടനവധി നടക്കുന്നു. അപ്പോൾ സ്കാംസ് നടത്തുന്നു. ക്ലിയർ? ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ദെൻ ഫിഷിംഗ്. ക്ലിയർ? ഫിഷിംഗ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കുന്നുണ്ട്. ക്ലിയർ? അപ്പോൾ ഇത്രയും അറിഞ്ഞിരിക്കുക. ഇപ്പോൾ ക്ലിയർ? ഒരേ തരത്തിലുള്ള ലുക്ക് ആൻഡ് ഫീൽ വരുന്ന ഒന്നിൻ്റെ ഡ്യൂപ്ലിക്കേഷൻ, റിപ്ലിക്കേറ്റ് ചെയ്യുക. ക്ലിയർ? ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. യഥാർത്ഥത്തിലുള്ളതാണോ അല്ല. ക്ലിയർ? സോ ഫോർ എക്സാമ്പിൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റ് നമുക്കറിയാം, അല്ലേ? അപ്പോൾ ആ വെബ്സൈറ്റിൽ നിന്നാണ് നമ്മൾ ചില സർവീസൊക്കെ ചെയ്യുക. അവരെന്ത് ചെയ്യും, ഇങ്ങനെയുള്ള ഹാക്കേഴ്സ് അല്ലെങ്കിൽ ആൾക്കാർ എന്ത് ചെയ്യും, ഫിഷിംഗ് ചെയ്യും. അങ്ങനെ ചെയ്യും, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സൈറ്റിനെ പോലെ കാണുന്ന അല്ലെങ്കിൽ അതേപോലെ തന്നെ ലുക്ക് ആൻഡ് ഫീലുള്ള ഒരു സൈറ്റ് ക്രിയേറ്റ് ചെയ്യും. അതിൻ്റെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള, സോ ഫോർ എക്സാമ്പിൾ SBI.co.in ഇതാണ് അതിൻ്റെ വെബ് ID എങ്കിൽ അല്ലെങ്കിൽ URL എങ്കിൽ അത് ചിലപ്പോൾ ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും. SBI.com.in അങ്ങനെ ആയിരിക്കും വരിക. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. ഓക്കെ, അതുപോലെ തന്നെ SBIക്ക് പകരം ചിലപ്പോൾ SBL ആയിരിക്കും കൊടുത്തിട്ടുണ്ടാകും, നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കില്ല. ഇങ്ങനെ വെച്ചിട്ട് അവരെന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്ത് അതേപോലുള്ള പേജൊക്കെ ക്രിയേറ്റ് ചെയ്ത് എന്ത് ചെയ്യും. ഇതിനെ പറയുന്ന പേരാണ് ഫിഷിംഗ്. ക്ലിയർ? അപ്പോൾ ഇത്തരത്തിൽ ഫിഷിംഗ് ആയിട്ടുള്ള ഫിഷ്ഡ് വെബ്സൈറ്റുകൾ, ഫിഷ്ഡ് ആയിട്ടുള്ള ഇമെയിലുകൾ, ക്ലിയർ, ഇതൊക്കെ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ വരാവുന്ന ഫിഷിംഗ് ഒരു പ്രധാനപ്പെട്ട ഐഡൻറ്റിറ്റി തെഫ്റ്റൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുക. ആൾക്കാരുടെ പേഴ്സണൽ ഇൻഫർമേഷനൊക്കെ, യൂസർ ID അല്ലെങ്കിൽ യൂസർ ക്രെഡൻഷ്യൽ, പാസ്വേഡ് ഇതൊക്കെ മോഷ്ടിക്കാനും പിന്നീട് ക്രൈമൊക്കെ ചെയ്യാനും വൈറസൊക്കെ ഡിസമിനേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത് ഹ്യൂമൻ എറർ വേറൊരു പ്രധാനപ്പെട്ട ത്രെട്ടാണ് ഹ്യൂമൻ എറർ, അല്ലേ? ഹ്യൂമൻ ബീയിങ്സിന് ഓൾവേസ്, അല്ലേ, എറർ ഈസ് ഹ്യൂമൻ നമ്മളൊരു സെയിങ് പറയാറുണ്ട്, അല്ലേ? തെറ്റ് പറ്റുക എന്നുള്ളത് ഹ്യൂമൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ ഹ്യൂമൻ എറർ സംഭവിക്കാം. കമ്പ്യൂട്ടർ പെർഫെക്റ്റ് ആണെങ്കിലും അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആരാണ്, ഹ്യൂമൻ ബീയിങ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഹ്യൂമൻ എറേഴ്സും ഹ്യൂമൻ വീക്ക്നെസ്സും എന്തിനേയും ബാധിക്കാം, IT സെക്ടറിനെയും ബാധിക്കാം. അപ്പോൾ IT ഇൻഡസ്ട്രിയുടെ വേറൊരു പ്രധാനപ്പെട്ട തെറ്റുകൾ അല്ലെങ്കിൽ ഒരു ത്രെട്ടാണ് ഹ്യൂമൻ റിലേറ്റഡ് ആയിട്ടുള്ള എറേഴ്സ്. സോഫ്റ്റ്വെയറിൽ എറർ വരാം, ഹാർഡ്വെയറിൻ്റെ ഫെയിലിയർ വരാം, അതിൽ എറർ വരാം, അതിൻ്റെ ഡിസൈനിങ്ങിൽ എറർ വരാം, ക്ലിയർ? സോഫ്റ്റ്വെയറിൻ്റെ കോഡിങ്ങിൽ എറർ വരാം, സെക്യൂരിറ്റിയിൽ ചിലപ്പോൾ എറർ വരാം. ഓക്കെ, ഈ രീതിയിലാണ്. അപ്പോൾ നിങ്ങൾ ഈ ഇടയിൽ റീസെൻ്റ് ആയിട്ട്, അല്ലേ, കഴിഞ്ഞ ദിവസത്തെ പേപ്പറിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, അല്ലേ? നമ്മുടെ കുട്ടികളുടെ കേരള ഗവൺമെൻറ് സെക്ടറിൽ പഠിക്കുന്ന കുട്ടികൾക്ക് SC ST OBC കുട്ടികളുടെയൊക്കെ ഗ്രാൻഡുമായി ബന്ധം അല്ലെങ്കിൽ ഫീ കൺസെഷനും ഗ്രാൻഡും സ്റ്റൈപ്പൻഡുമായി ഡീൽ ചെയ്യുന്ന ഗവൺമെൻറ്റിൻ്റെ സൈറ്റ് ഗ്രാൻഡിൽ, അല്ലേ, സെക്യൂരിറ്റി ത്രെട്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ടുണ്ട്. ക്ലിയർ? ഇത് ഹ്യൂമൻ എറർ കൊണ്ട് സംഭവിച്ചതാണ്, അല്ലേ? അവർ സെർവർ ടു സെർവർ, ഒരു സെർവറിൽ നിന്ന് ഇത് മാറിയ സമയത്ത് പഴയ ഫയൽ ബാക്കപ്പ് ചെയ്ത് അത് സിസ്റ്റത്തിൽ തന്നെ കീപ്പ് ചെയ്തു. ക്ലിയർ? അതിപ്പോൾ ആർക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അത് മാറി. ക്ലിയർ? അപ്പോൾ ഈ രീതിയിൽ സംഭവിക്കാം. ക്ലിയർ? ഇത് ഹ്യൂമൻ എററാണ്. ഇതുപോലെ തന്നെയാണ് മറ്റുള്ള പല കാര്യങ്ങളും. ഓക്കെ, സോ ഹ്യൂമൻ എറർ കൊണ്ടും
അത് ഒരു ത്രെട്ടായിട്ട് മാറാം. അപ്പോൾ ദീസ് ആർ ആൾ സം ഓഫ് ദി ത്രെറ്റ്സ് ഇൻ ദി IT ഇൻഡസ്ട്രി. ഇനി നമ്മൾ ഈ ന്യൂ ത്രെറ്റ്സ് IT ഇൻഡസ്ട്രി, ICT ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വേൾഡിൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട ത്രെട്ടുകളെ കുറിച്ചാണ് ഇനി നോക്കുന്നത്. ഓരോരോ ത്രെട്ടുകളെയും സെപ്പറേറ്റ് ആയിട്ട് നോക്കുക. സേ ഫോർ എക്സാമ്പിൾ സ്പാമിങ് എന്താണ്, അതുപോലെ തന്നെ ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, വൈറസ് എന്താണ്, മാൾവെയർ എന്താണ്, ഓക്കെ, ഇങ്ങനെയുള്ള ചില പ്രധാനപ്പെട്ട ത്രെട്ടുകളെ കുറിച്ചാണ് ഇനി നമുക്ക് നോക്കാം, ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ.